നവാഗതരായ എഴുത്തുകാരെ പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പള്ളുരുത്തി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കൊച്ചിൻ സാഹിത്യ അക്കാദമി മൂന്നാമത് ദേശീയ കവി സംഗമം ഡിസംബർ 21 പള്ളുരുത്തിയിൽ സംഘടിപ്പിക്കുന്നു. വിദേശത്തു നിന്നും രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമായി എത്തുന്ന 200 പുതുകവികൾ സംഗമത്തിൽ പങ്കെടുക്കും. റിട്ടയർഡ് ജസ്റ്റിസ് P.S. ഗോപിനാഥ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. കൊച്ചി സാഹിത്യ അക്കാദമിയുടെ മൂന്നാം ദേശീയ കവി സംഗമം ഡിസംബർ 21 പള്ളുരുത്തിയിൽ വെച്ച് സംഘടിപ്പിക്കും. നവാഗതരായ എഴുത്തുകാരെ പരിപോഷിപ്പിക്കുവാൻ നടത്തുന്ന കവി സംഗമം റിട്ടയർഡ് ജസ്റ്റിസ് P.S. ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്യും. വേണുഗോപാൽ വെമ്പിള്ളി ഭദ്രദീപം തെളിയിക്കും. 2010 രൂപീകൃതമായ കൊച്ചിൻ സാഹിത്യ അക്കാദമി ഇതുവരെ പുതിയ എഴുത്തുകാരുടെ 57 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു. കവി സംഗമ ദിനത്തിൽ 7 പുതിയ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കും. കവിതകൾ, കഥ, നോവൽ, യാത്രാ വിവരണം, ലേഖനം എന്നിങ്ങനെയുള്ള നവ എഴുത്തുകാരുടെ പുസ്തകങ്ങളുടെ പ്രകാശനവും വിൽപ്പനയും നടത്തുന്നതോടൊപ്പം രചനാ ക്യാമ്പുകളും പത്രപാരായണ ദിനങ്ങളും സംഘടിപ്പിച്ചു പോരുന്നു. കഴിഞ്ഞ വർഷം നടത്തിയ കവി സംഗമം ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കരസ്ഥമാക്കിയതായി വിപിൻ പള്ളുരുത്തി പറഞ്ഞു. സംഗീത കുലപതി M.K. അർജുനൻ മാസ്റ്ററുടെ ഓർമ്മയ്ക്കായി കൊച്ചിൻ സാഹിത്യ അക്കാദമി നൽകിവരുന്ന M.K. അർജുനൻ മാസ്റ്റർ സ്മൃതി പുരസ്കാരം കവിയും ഗാനരചയിതാവുമായ രാജീവ് ആലുങ്കലിന് സമ്മാനിക്കും. 10,000 രൂപയും ഫലകവും അടങ്ങുന്ന പുരസ്കാരമാണ് രാജീവ് ആലുങ്കലിന് സമ്മാനിക്കുന്നത്. കൊച്ചിൻ സാഹിത്യ അക്കാദമി എല്ലാ വർഷവും കേരളത്തിലെ മികച്ച പ്രതിഭകളെ തിരഞ്ഞെടുത്ത് അവരെ ആദരിക്കുന്ന ഒരു രീതിയുണ്ട്. അതിൽ രക്ഷാധികാരിയായി ഏതാണ്ട് 10 വർഷത്തോളം ഞങ്ങളെ മുന്നോട്ട് നയിച്ച സംഗീത കുലപതി M.K. അർജുനൻ മാസ്റ്ററുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയിട്ടുള്ള M.K. അർജുനൻ സ്മൃതി പുരസ്കാരം ഈ വർഷം കവിയും ഗാനരചയിതാവുമായ മാക്ടയുടെ വൈസ് ചെയർമാൻ ശ്രീ രാജീവ് ആലുങ്കലിനാണ് 15,000 രൂപയും ഫലകവും ജസ്റ്റിസ് P.S. ഗോപിനാഥ് സാറ് ഞായറാഴ്ച നടക്കുന്ന പരിപാടിയിൽ അദ്ദേഹത്തിന് നൽകി ആദരിക്കുന്നു. കവി സംഗമത്തിന്റെ ഭാഗമായി ഡിസംബർ 20 പള്ളുരുത്തി വിപിൻ ആർക്കേഡിൽ പുസ്തക പാരായണം, പുസ്തകങ്ങളെ പറ്റിയുള്ള ചർച്ചയും വായന ക്യാമ്പും നടക്കും. വിദേശത്തു നിന്നും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമായി എത്തുന്ന 200 പുതുകവികൾ സ്വന്തം കവിത ചൊല്ലി പങ്കെടുക്കുമെന്ന് പള്ളുരുത്തിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ വിപിൻ പള്ളുരുത്തി, റോബിൻ പള്ളുരുത്തി എന്നിവർ അറിയിച്ചു. 2025 വർഷത്തെ സുവർണതുല്യ പുരസ്കാരം മികച്ച നോവൽ, മികച്ച ചെറുകഥ, മികച്ച കവിതാ സമാഹാരം, ഈ 3 വിഭാഗങ്ങളിലുള്ള പുസ്തകങ്ങൾക്കാണ് കഴിഞ്ഞ വർഷങ്ങളിൽ കൊടുത്തിരുന്ന പോലെ ഈ വർഷവും സുവർണതുല്യ പുരസ്കാരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. കാവ്യമാമാങ്കം എന്ന പേരിൽ നാഷണൽ പോയട്രി ദേശീയ കവി സംഗമം കേരളത്തിലെ ആദ്യമായിട്ടും ഇപ്പോഴും തുടർന്നുകൊണ്ട് പോകുന്നത് കൊച്ചിൻ സാഹിത്യ അക്കാദമി. ദേശീയ കവി സംഗമത്തിന്റെ 3ാം സീസണാണ് ഈ വരുന്ന ഡിസംബർ 21 SCD സ്കൂൾ ഹാളിൽ വെച്ചിട്ട് നടത്തപ്പെടുന്നു. കേരളത്തിനകത്തും പുറത്തുമുള്ള, അതിനപ്പുറം വിദേശത്തു നിന്നും വരുന്ന ഏതാണ്ട് 300-ൽ പരം കവികളും കഥാകൃത്തുക്കളും ഒന്നിക്കുന്ന ഒരു വേദിയാണ് ദേശീയ കവി സംഗമം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പ്രീമിയം ക്വാളിറ്റി ഗ്രാനൈറ്റ്, ടൈൽസ്, സ്റ്റോൺ, AEC ബ്ലോക്ക്, സാനിറ്ററി തുടങ്ങി ഫ്ലോറിംഗിന് ആവശ്യമായ എല്ലാ മെറ്റീരിയൽസും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇവിടെ ലഭ്യമാണ്. തറയിൽ ഗ്രാനൈറ്റ്സ്, MLA റോഡ്, പള്ളുരുത്തി.